ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു SSLC ഹിന്ദി സ്റ്റഡി ടിപ്സാണ്. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്റ്റഡി ടിപ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് 8ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഹിന്ദി പഠിക്കണമെന്നുള്ള ബോധം വരെ ഉണ്ടായത്. അതുവരെ ഞാൻ ജസ്റ്റ് പാസിനൊക്കെ ഇത് വന്നൊരാളായിരുന്നു. 8ാം ക്ലാസ്സിലായപ്പോഴത്തേക്കും ഞാൻ കുറച്ചൊന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ വായിക്കാൻ കുറച്ചൊക്കെ അറിയാം, ബട്ട് എഴുതാനായിട്ട് ഞാൻ മംഗ്ലീഷിൽ എഴുതിയത്, അതുപോലെ ഹിന്ദിയെ മലയാളത്തിൽ എഴുതി പഠിച്ചതിന് ശേഷം എഴുതി കൊടുക്കലായിരുന്നു പതിവ്. അത് തന്നെയാണ് 9ൽ റിപ്പീറ്റ് ചെയ്തത്. അങ്ങനെ ജസ്റ്റ് പാസ്സായിട്ട് 2 ക്ലാസ്സും ഹിന്ദിയിൽ പോയിട്ടുണ്ട്. ബട്ട് നമുക്ക് 10th അങ്ങനെ പറ്റില്ലല്ലോ. 10th പബ്ലിക് എക്സാം ഉണ്ട്. അതിനെ നല്ല രീതിക്ക് പഠിച്ച് എഴുതിയില്ലെങ്കിൽ എന്തായാലും നമുക്ക് മാർക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. സോ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, ഹിന്ദി അക്ഷരങ്ങൾ നല്ല രീതിക്ക് തറവായിട്ട് പഠിക്കുക. പച്ച വെള്ളം പോലെ പഠിക്കുന്ന അറിയില്ലേ, അതുപോലെ പഠിക്കുക. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഹിന്ദി അക്ഷരങ്ങൾ മാത്രമല്ല, അടയാളങ്ങളും 2 പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വായിക്കാനൊക്കെ കിട്ടും. വായിക്കാൻ കുറച്ച് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എഴുതാൻ പറ്റും, കുറേ വേർഡ്സ് മനസ്സിലാവും. അത് നല്ലൊരു കാര്യമാണ്, വായിക്കാൻ സാധിക്കുക എന്നുള്ളത്. സോ അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം ഹിന്ദി അക്ഷരങ്ങൾ നല്ല രീതിക്ക് പഠിച്ചിട്ട് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഒട്ടും അറിയില്ലെങ്കിൽ പോലും വായിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇതൊരു ടിപ്പാണ്. നല്ല രീതിക്ക് വായിക്കാൻ ട്രൈ ചെയ്യുക. ഒട്ടും അറിയില്ലെങ്കിൽ പോലും ട്രൈ ചെയ്യുക. ജസ്റ്റ് ട്രൈ ആണ് ചെയ്യേണ്ടത്. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്, ഗ്രാമർ മനസ്സിലാക്കുക. SSLC സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്തായാലും ഗ്രാമർ പഠിക്കണം. ബിക്കോസ് ഹിന്ദിയിൽ നമുക്കറിയാമല്ലേ, ഒരു കായോ ന്യായോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഗ്രാമർ ഫുള്ളി മാറും. അതിപ്രാവശ്യം ഞാൻ ഗ്രാമർ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഗ്രാമർ നല്ല രീതിക്ക് പഠിക്കേണ്ടതായിട്ടാണ്. ഗ്രാമർ പഠിക്കാനായിട്ട് കുറേ ട്യൂഷന് പോകുന്നവരെ കാണാം. അവിടെ തന്നെ നമുക്ക് കുറേ ഗ്രാമേഴ്സ് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ബാച്ചിൽ ചേർന്നവർക്ക് തന്നെ BC ക്ലാസ് എടുക്കുമ്പോൾ അതിലും ഗ്രാമേഴ്സ് പറഞ്ഞു. 2ന് പോകാത്തവരാണെങ്കിൽ യൂട്യൂബിൽ തന്നെ കുറേ ഗ്രാമർ വീഡിയോസൊക്കെ കാണും. ഇല്ലെങ്കിൽ ChatGPTയോട് ചോദിച്ചാലും ChatGPTയും പറഞ്ഞുതരും. അങ്ങനെ പഠിക്കാൻ നോക്കാം. ഗ്രാമർ പൊതുവെ കുറേ അധികം പഠിക്കാൻ നോക്കും. ഗ്രാമർ നല്ല രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിക്ക് ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഗ്രാമർ കുറച്ചും കൂടി നല്ല രീതിക്ക് പഠിക്കാൻ നിൽക്കുന്നുണ്ട്. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, നല്ല രീതിക്ക് വായിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ വായിക്കാൻ പറ്റില്ല, എന്നാലും വായിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല രീതിക്ക് എഴുതാൻ പറ്റുന്നതും വായിക്കാൻ പറ്റുന്നതൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ കുറേ വേർഡ്സ്, പുതിയ വേർഡ്സ് പഠിക്കുക. ഇതൊക്കെയാണ് ഞാനിപ്പോൾ എൻ്റെ ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് നോക്കുകയാണെങ്കിൽ 8ലെയും 9ലെയും കാട്ടി കുറേ കൂടി എനിക്ക് ഹിന്ദി അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.